നമുക്ക് പിയ സുനിലേക്ക് കൂടി ഒന്ന് പോകണം. ഇന്ന് സംസ്ഥാനത്തെ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഇന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ്. മഹാരാഷ്ട്രയിലെയും ഒപ്പം ജാർഖണ്ഡിലെയും എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഇന്ത്യയുടെ മഹായുതി സഖ്യം ഭരണ തുടർച്ച നേടും എന്നാണ് പല എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത്. ജാർഖണ്ഡിലും മിക്കവാറും എല്ലാ പോളുകളും NDAക്ക് അധികാരം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് പ്രവചിക്കുന്നു. എന്നാൽ അതിൽ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നത്. നമുക്കിപ്പം പിയ സുനിൽ ചേരുന്നുണ്ട്. പിയ സുനിൽ, മഹാരാഷ്ട്രയിൽ പക്ഷേ കേവല ഭൂരിപക്ഷം മഹായുതി സഖ്യം നേടുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. ജാർഖണ്ഡിൽ മാത്രമാണ് ആക്സിസ് മൈ ഇന്ത്യയെ പോലെയുള്ള സർവേകൾ തിരിച്ച് ഇന്ത്യ മുന്നണിക്ക് ഒരു സാധ്യത പറയുന്നത്, അല്ലേ? അരുൺ, തീർച്ചയായും മഹാരാഷ്ട്രയിൽ വന്നിട്ടുള്ള ഭൂരിഭാഗം സർവേകളും BJP സഖ്യം മേൽക്കൈ നേടും എന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ചില സർവേകളെങ്കിലും ഒപ്പത്തിനൊപ്പം ഈ രണ്ട് മുന്നണികളും വരാനുള്ള സാധ്യതകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു സർവേ, അതൊരു പ്രാദേശിക സർവേയാണ്. ആ സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യവും ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നതാണ്. അവിടെ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ചെറു പാർട്ടികൾ, സ്വതന്ത്രർ, അതുപോലെ തന്നെ റിബനായി മത്സരിച്ചവർ, ഇവരൊക്കെ തന്നെ വലിയ ഘടകമാകും എന്നാണ് ആ സർവേ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിൻ്റെ ഒരു സൂചന ഏതാണ്ട് എല്ലാ മേഖലകളിലും മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. അതുതന്നെ ഈ എക്സിറ്റ് പോളുകളിലൊക്കെ തന്നെ പ്രതിഫലിക്കുന്നു എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഈ വലിയൊരു മേൽക്കൈ എന്ന് പറയുമ്പോഴും വലിയ 3-2 ഭൂരിപക്ഷമൊന്നും മഹായുതി സഖ്യത്തിന്, BJP സഖ്യത്തിന് ഒരു സർവേകളും പ്രവചിക്കുന്നില്ല. ഒരു ഭൂരിപക്ഷത്തിന് തൊട്ട് മുകളിൽ എത്തുന്ന ഒരു സീറ്റുകൾ മാത്രമാണ് ഏതാണ്ട് എല്ലാ സർവേകളും നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, വെറും 5 മാസത്തിന് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ തിരിച്ചടിയുണ്ടായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതിൽ നിന്ന് BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അഭിമാന പ്രശ്നം കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് BJP വലിയൊരു തെരഞ്ഞെടുപ്പ് പ്ലാൻ നടത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു മഹാരാഷ്ട്രയിൽ നടന്നത്. പ്രത്യേകിച്ച് RSSന്റെ വലിയ സ്വാധീനം ഇത്തവണയുണ്ടായിരുന്നു. ഗ്രൗണ്ട് വർക്ക് ഉണ്ടായിരുന്നു. VHP വളരെ സജീവമായി ഗ്രൗണ്ടിലുണ്ടായിരുന്നു. BJPക്ക് വലിയ തിരിച്ചടിയേറ്റ മേഖലകളിലൊക്കെ തന്നെ വലിയ പ്രചരണമാണ് ഇത്തവണ BJP നടത്തിയത്. ലാഡ്ലി ബഹൻ പോലുള്ള BJPയുടെയും മഹായുതി സഖ്യത്തിൻ്റെയും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഗ്രൗണ്ടിൽ വലിയ തോതിൽ ചർച്ചയായി കൊണ്ടുവരാൻ BJPക്കും മഹായുതി സഖ്യത്തിനുമൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. OBC വോട്ടുകളിലെ ഒരു കൺസോളിഡേഷൻ ഇത്തവണ ഉണ്ടാക്കാൻ BJP ശക്തമായ നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ BJPയുടെ സ്വപ്നങ്ങളെ തകർത്തത് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയുമായിരുന്നു. മഹാരാഷ്ട്രയിൽ വലിയ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. അപ്രതീക്ഷിതമായ മുന്നേറ്റം തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ. അപ്പം അന്ന് അവിടെ വർക്ക് ചെയ്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മറാത്തി സംവരണത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, കർഷകർ നേരിടുന്ന പ്രശ്നം, പ്രത്യേകിച്ച് ഉള്ളി കർഷകർ നേരിട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയുടെ വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു 3-4 മാസത്തിന് ശേഷം അത്തരത്തിലുള്ള വിഷയങ്ങൾ മഹാരാഷ്ട്രയിലെ ജനങ്ങളെ ബാധിക്കാതെ മാനേജ് ചെയ്യാൻ ഫട്നവിസ് ഈ പറയുന്ന BJP NDA ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കഴിഞ്ഞതുകൊണ്ടാണോ ഈ പറയുന്ന ഒരു എതിർവികാരം വർക്ക് ചെയ്യാതിരുന്നത്? ഇപ്പോൾ താങ്കളൊരു 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ എക്സിറ്റ് പോളുകളൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്കത് നേരിട്ട് ബോധ്യമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. എങ്ങനെയാണ് ഇതൊക്കെ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവുക? ഉണ്ണിബാലകൃഷ്ണൻ, ഏതായാലും ഈ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എല്ലാ മേഖലകളിലും മഹാരാഷ്ട്രയിൽ ഇത്തവണ ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് പോയ സ്ഥലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് വിദർഭ മേഖലയിലൊക്കെ ഞാൻ പലയിടങ്ങളിലും പോയിരുന്നു. അവിടെയൊക്കെ തന്നെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ BJP വിരുദ്ധ വികാരം പ്രകടമായിരുന്നു. ഇപ്പോൾ ഈ വിദർഭ മേഖലയിലെ പല മേഖലകളിലെയും വോട്ട് ശതമാനം പരിശോധിക്കുമ്പോൾ മഹാരാഷ്ട്രയുടെ മൊത്തം വോട്ട് ശതമാനത്തേക്കാൾ എത്രയോ കൂടുതലാണ്. പ്രത്യേകിച്ച് 70%-ഓളമാണ് ഗഡ്ചിറോളി മേഖലയിൽ, വർദ്ധ മേഖലയിൽ, കാട്ടോൾ മേഖലയിൽ. ഇതൊക്കെ വിദർഭയാണ്. വിദർഭ മേഖല എന്ന് പറയുന്നത് നാഗ്പൂർ ഉൾപ്പെടുന്ന പ്രദേശമാണ്. RSSന്റെ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥലം, നിതിൻ ഗഡ്കരിയുടെ നാട്, ഫട്നവിസിൻ്റെ നാട് ഒക്കെയുള്ള ഈ വിദർഭ മേഖലയിൽ 70%-ഓളം വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മൊത്തം ഇതുവരെ വരുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 59.29 ഒരുപക്ഷെ 60%-ന് മുകളിൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയതുപോലെ തന്നെ 61+ വോട്ട് ശതമാനത്തിലേക്ക് വരാം. ഏതായാലും BJP നില മെച്ചപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJP നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഒരു വലിയൊരു മുന്നേറ്റം BJP മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അവിടെ കൃത്യമായും കോൺഗ്രസും മഹാവികാസ് അഘാടി സഖ്യവുമൊക്കെ തന്നെ
ശക്തമായ മത്സരം BJPക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയൊരു അഭിമാന പോരാട്ടമാണ് ഈ രണ്ട് മുന്നണികൾക്കും. ഈ രണ്ട് മുന്നണികളിലെ പാർട്ടികൾ NCP അതുപോലെ തന്നെ ശിവസേന, ഈ രണ്ട് പാർട്ടികൾ പിളർന്നതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്കും അവരുടെ കരുത്ത് തെളിയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ശരത് പവാറാണോ ഏറ്റവും വലിയ NCP, അതല്ല അജിത് പവാറാണോ ഏറ്റവും വലിയ NCP, ശിവസേനയിലാണെങ്കിൽ ഉദ്ധവ് താക്കറെയാണോ ഏറ്റവും വലിയ സേനാ നേതാവ്. അപ്പോൾ ഈ ഒരു വിഷയം കൂടി അവിടെ ഫാക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. മഹായുതിയിലേക്ക് എത്തിയിരിക്കുന്ന വിഭജിച്ച് എത്തിയ ഗ്രൂപ്പുകളാണെങ്കിൽ തന്നെയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ അവർക്കൊരു സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും NDA തന്നെ ജയിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിൽ ഒരു ശരത് പവാർ സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ. ആ സെന്റിമെന്റ്സ് ഒരു 6 മാസം കൊണ്ട് പോയി. മാത്രമല്ല നോക്കൂ, ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ BJPയുടെ പത്രപരസ്യത്തിൽ നിന്ന് ഏക്നാഥ് ഷിൻഡെ അടക്കം അജിത് പവാർ അടക്കം സൈക്ലൈൻ ചെയ്യപ്പെട്ടു. പകരം അവിടെ ആരുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ? ദേവേന്ദ്ര ഫഡ്നവിസ് മാത്രമേ ഉള്ളൂ. അതായത് ഈ പവാർ അല്ല, അജിത് പവാർ. അതെ, അജിത് പവാറിന്റെ മാറി, അജിത് പവാർ പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഈ സെന്റിമെന്റ്സ് അവിടെ വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം BJP ശ്രദ്ധിച്ചു. ഏക്നാഥ് ഷിൻഡെയുടെ ചിത്രം പോലും BJP പരസ്യ പ്രചരണങ്ങളിൽ നിന്ന് ഒഴിവാക്കി. അപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത് ഫഡ്നവിസിനുള്ള വോട്ടായിരിക്കും. ആ അർത്ഥത്തിൽ ഫഡ്നവിസ് മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത തെളിയുന്നു. ഇനി BJPക്ക് അവിടെ ഭരണം കിട്ടുകയാണെങ്കിൽ, NDAക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ ഫഡ്നവിസ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നൊരു സംശയം. ഈ പോയവർ തിരിച്ചിങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പോയവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അജിത് പവാറിനെ പോലുള്ളവർ അപ്പോഴും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഷിൻഡേക്ക് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. തിരിഞ്ഞു വരും. Meet the editors.